സോ ഹായ് ഗൈസ്, എൻ്റെ പേര് ഓസ്റ്റിൻ. ടെക്ടാങ്കിളിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു ചൈനീസ് ബ്രാൻഡിൻ്റെ 50mm പ്രൈം ലെൻസിൻ്റെ റിവ്യൂ ആണ്. അപ്പോൾ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങളൊരു പ്രൈം ലെൻസ് മേടിക്കുന്നതിൻ്റെ 7 റീസൺസിനെ പറ്റിയിട്ട് സംസാരിച്ചിരുന്നു. അപ്പോൾ പലപ്പോഴും ക്യാനൻ്റെ അല്ലെങ്കിൽ നിക്കറിൻ്റെ ഒക്കെ പ്രൈം ലെൻസസിന് നമുക്ക് കുറച്ച് എക്സ്പെൻസീവ് ആയിട്ട് തോന്നിയേക്കാം. പക്ഷേ ഇന്ന് എൻ്റെ കയ്യിലുള്ള ഈ ലെൻസ് ഞാൻ എൻ്റെ ക്യാനൻ 700D ആണ് യൂസ് ചെയ്യുന്നത്. ഇത് ക്യാനൻ മൗണ്ട് ലെൻസാണ്. നിങ്ങൾക്ക് ഭയങ്കര ചീപ്പ് റേറ്റിലാണ് നിങ്ങൾക്ക് ഇത് ആമസോണിൽ അല്ലെങ്കിൽ ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റുകളിലൊക്കെ നിങ്ങൾക്ക് ഈ ലെൻസ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ഒരു ലെൻസിൻ്റെ റിവ്യൂ ആണ്. നമുക്ക് ഇൻട്രോ റോൾ ചെയ്യാം, വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്നത് യോങ്നോ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ 50mm 1.8 പ്രൈം ലെൻസാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും പറയാം, നിങ്ങളിപ്പോൾ നിങ്ങളുടെ കിറ്റ് ലെൻസ് ഒന്ന് അപ്ഗ്രേഡ് ചെയ്യാണ്. നമുക്ക് പലപ്പോഴും ചോദിച്ച് കേൾക്കുന്നൊരു ചോദ്യമാണ്, എൻ്റെ കയ്യിൽ ഇപ്പോൾ കിറ്റ് ലെൻസ് മാത്രമാണുള്ളത്, ഞാനിനി ഏതൊരു ലെൻസിലോട്ടാണ് അപ്ഗ്രേഡ് ചെയ്യേണ്ടത്, പുതിയത് മേടിക്കുമ്പോൾ ഏത് ലെൻസാണ് മേടിക്കുന്നത്, എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന്. അപ്പോൾ ഇന്ന് എൻ്റെ കയ്യിലിരിക്കുന്നത് പ്രൈം ലെൻസാണ്. യോങ്നോ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ 50mm 1.8 പ്രൈം ലെൻസാണ്. അപ്പോൾ ഇതിൻ്റെ റിവ്യൂ ആണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ഞാൻ ഒട്ടുമിക്ക ആൾക്കാർക്കും നിങ്ങൾ കിറ്റ് ലെൻസ് ഒന്ന് അപ്ഗ്രേഡ് ചെയ്യുന്ന ഒരാളാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ ബിഗിനർ ഫോട്ടോഗ്രാഫർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങൾ കിറ്റ് ലെൻസ് ഒന്ന് അപ്ഗ്രേഡ് ചെയ്യാമെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മേടിക്കാൻ പറ്റിയ ഏറ്റവും നല്ല ഓപ്ഷനാണ് 50mm പ്രൈം ലെൻസ് വരുന്നത്. നിങ്ങൾക്കിപ്പോൾ ക്യാനൺ, നിക്കൺ അതുപോലെ ഒരു ഒട്ടുമിക്ക ബ്രാൻഡിൻ്റെയും 50mm ലെൻസസ് അവൈലബിൾ ആണ്. പക്ഷേ ഇത് നല്ല ചീപ്പായിട്ടുള്ള ഓപ്ഷനാണ്. അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് ഇതിൻ്റെ ക്വാളിറ്റിയാണ്. ആക്ച്വലി നമ്മുടെ എക്സ്പെൻസീവ് ലെൻസായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഈ ലെൻസിലെടുത്ത ഫോട്ടോസും എക്സ്പെൻസീവ് ലെൻസിലെടുത്ത ഫോട്ടോസും നമുക്ക് ആക്ച്വലി ഡിഫറൻഷിയേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് ഈ ലെൻസിൻ്റെ ബിൽഡ് ക്വാളിറ്റിയാണ്. ഇത് കംപ്ലീറ്റ്ലി പ്ലാസ്റ്റിക് ബിൽഡാണ്. പക്ഷേ നിങ്ങളിതൊരു ക്യാനൺ 50mm പ്രൈം ലെൻസിൻ്റെ കൂടെ വെച്ച് കഴിഞ്ഞാൽ ആക്ച്വലി ഡിഫറൻഷിയേറ്റ് ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഇത് കുറച്ചുകൂടി സൈസിൽ വലുതാണ്, പക്ഷേ എന്നാലും ഇത് ബിൽഡ് ക്വാളിറ്റി വൈസ് ഇത് പ്ലാസ്റ്റിക് ആണെങ്കിൽ കൂടി നിങ്ങൾക്ക് ഒരു 1-2 ഡ്രോപ്പൊക്കെ സസ്റ്റെയിൻ ചെയ്യുന്ന എനിക്ക് ഉറപ്പാണ്. ഇതിന് ഡിസൈനെ പറ്റി സംസാരിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാനൺ 50mmൻ്റെ ഏകദേശം സെയിം കോപ്പി തന്നെയാണ്. പക്ഷേ ഇത് പ്ലാസ്റ്റിക് ആയതുകൊണ്ട് തന്നെ ഇത് ലൈറ്റ് വെയിറ്റ് ആണ്. നമുക്ക് കയ്യിൽ പിടിക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നമ്മൾ ക്യാനൻ്റെ ലെൻസാണ് പിടിക്കുന്നത് വെച്ചാൽ കുറച്ചൊരു വെയിറ്റ് നമുക്ക് ഫീൽ ചെയ്യാനായിട്ട് സാധിക്കും. ഇതിനെപ്പറ്റി സംസാരിക്കുമ്പോൾ നമ്മൾ നോക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഓട്ടോ ഫോക്കസിങ് സിസ്റ്റമാണ്. അതായത് ഇതിൻ്റെ ഓട്ടോ ഫോക്കസ് തറക്കേടില്ലാത്ത ഓട്ടോ ഫോക്കസ് തന്നെയാണ്. നിങ്ങളിപ്പോൾ വീഡിയോയിലാണ് യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു പ്രശ്നം വരാൻ പോകുന്നത്, ഇത് ഓട്ടോ ഫോക്കസ് ചെയ്യുന്ന സമയത്ത് കുറച്ച് വീടായിട്ടുള്ള ശബ്ദങ്ങൾ ലെൻസിനകത്ത് നിന്ന് വരും ഓട്ടോ ഫോക്കസ് ചെയ്യുന്ന സമയത്ത്. പിന്നെ നിങ്ങൾ LCD മോണിറ്ററിലാണ് നിങ്ങൾ ഫോട്ടോ എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെയും ഓട്ടോ ഫോക്കസ് കുറച്ച് സ്ലോ ആണ്. നിങ്ങൾ വ്യൂ ഫൈൻഡറാണ് യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഓട്ടോ ഫോക്കസിന് എനിക്കൊരു കംപ്ലയിൻറ്റും ഇല്ല, പക്കയായിട്ട് വർക്ക് ചെയ്യുന്നതാണ്. പിന്നെ ഈ ഇതിൻ്റെ ഷാർപ്പ്നെസ് പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ, അത്യാവശ്യം ഷാർപ്പാണ്. നമ്മൾ പേ ചെയ്യുന്നൊരു എമൗണ്ടിന് നമുക്ക് ആക്ച്വലി നല്ല ഷാർപ്പാണ്. പിന്നെ ക്യാനൻ്റെ 50mm 1.8 വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഒബ്വിയസ്ലി ഷാർപ്പ്നെസ് കൂടുതലുള്ളത് ക്യാനൺ ലെൻസിനാണ്. നിങ്ങളെടുത്ത ഫോട്ടോസ് കാണുന്നതെല്ലാം ഇൻസ്റ്റാഗ്രാമിൽ അല്ലെങ്കിൽ മൊബൈൽ ഡിവൈസസിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ച്വലി ഈ 2 ലെൻസും തമ്മിലുള്ള ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കില്ല. പിന്നെ നിങ്ങൾ ഇമേജ് എടുത്തതിന് ശേഷം നിങ്ങൾ നോക്കുകയെന്ന് വെച്ചാൽ ഷാർപ്പ്നെസ് അത്യാവശ്യം ഉണ്ടായിരിക്കും. പിന്നെ നിങ്ങൾ 1.8 ഇടുമ്പോൾ നമുക്ക് കോർണേഴ്സിൽ ചെറുതായിട്ട് വിഗ്നിറ്റിംഗ് ഉണ്ടാവാനായിട്ട് സാധ്യതയുണ്ട്. പിന്നെ മാനുവൽ ഫോക്കസിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലെൻസ് പക്കയാണ്. നിങ്ങൾക്ക് വീഡിയോ എടുക്കാനായിക്കോട്ടെ, ഫോട്ടോ എടുക്കാനായിക്കോട്ടെ എന്തിനും അടിപൊളിയാണ്. പിന്നെ ലോ ലൈറ്റിനെ പറ്റി സംസാരിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല പെർഫോമൻസ് ആണ്. നമ്മൾ പേ ചെയ്യുന്ന എമൗണ്ട് വെച്ച് നോക്കുകയെന്ന് വെച്ചാൽ നമുക്ക് എക്സെപ്ഷണൽ ക്വാളിറ്റിയാണ് ഈ ലെൻസ് നമ്മുടെ ഈ പ്രൈസിന് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ലോ ലൈറ്റിലായിക്കോട്ടെ അല്ലെങ്കിൽ ഔട്ട്ഡോർ ലൈറ്റിലായിക്കോട്ടെ നമുക്ക് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഈ ലെൻസിൽ നിന്ന് ലഭിക്കും. പിന്നെ ലെൻസ് ഫ്ലെയർസിനെ പറ്റി നോക്കുമ്പോൾ ഡയറക്റ്റ് സൺലൈറ്റിലോട്ട് അടിക്കുമ്പോൾ ചെറുതായിട്ടുള്ള ലെൻസ് ഫ്ലെയറൊക്കെ ഇതിന് വരുന്നുണ്ട്. പിന്നെ ഇതിന് ആ കൂടി ഒരു ഡ്രോബാക്ക് വരുന്നത് ഇതിൻ്റെ ബിൽഡ് ക്വാളിറ്റി ഞാൻ തോന്നുന്നു. ആക്ച്വലി പ്ലാസ്റ്റിക് ആയ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. പക്ഷെ നിങ്ങൾക്കറിയാം, ഇത് കയ്യിൽ പിടിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ചീപ്പ് ലുക്കാണ് ഇതിന് കിട്ടുന്നത്. പക്ഷെ നമുക്ക് ഇതിന് വരുന്ന ഇമേജ് ക്വാളിറ്റി നമുക്ക് പറയാം, കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് വലിയൊരു ഡിഫറൻസ് നമുക്ക് ഇതിന് മനസ്സിലാവില്ല. സോ ഇനി ഞാൻ നിങ്ങൾക്ക് സ്ക്രീനിൽ ഈ യോങ്നോ ബ്രാൻഡിൻ്റെ 50mm 1.8 കുറച്ച് ഇമേജസും അതുപോലെ തന്നെ ക്യാനൻ്റെ 85mm 1.8 കുറച്ച് ഇമേജസും നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതൊരു ബ്ലൈൻഡ് ടെസ്റ്റാണ്. ഏതാണ് നിങ്ങൾക്ക് ഇതിൽ 50mm ആയിട്ട് തോന്നുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. A ആണോ B ആണോ നിങ്ങൾക്ക് ഇതിൽ 50mm യോങ്നോയിൽ എടുത്തായിട്ട് തോന്നുന്നത് വെച്ച് കഴിഞ്ഞാൽ അത് കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോയുടെ അവസാനം ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ റിസൾട്ട് റിവീൽ ചെയ്യുന്നതായിരിക്കും. പിന്നെ ഇതിൻ്റെ ബൊക്കെ എഫക്റ്റ്, നിങ്ങളൊരു പോർട്രേറ്റ് ഫോട്ടോഗ്രാഫറാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഔട്ട്ഡോറിലൊക്കെ എടുക്കുമ്പോൾ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് നല്ല ഡെപ്ത് ഓഫ് ഫീൽഡ് ഇതിൻ്റെ 1.8 എടുത്ത് നിങ്ങൾക്ക് കിട്ടും. അതുപോലെ തന്നെ ഇതിൻ്റെ ബൊക്കെ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല ഭംഗിയുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റൗണ്ട് ബൊക്കേസാണ് നമുക്ക് ഈ ലെൻസ് വഴി എടുക്കുമ്പോൾ കിട്ടുന്നത്. ഇതാണ് എൻ്റെ ഒരു 2 ലെൻസ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. അതായത് ക്യാനൻ്റെ 85mm അതുപോലെ തന്നെ യോങ്നോയുടെ 50mm ലെൻസസാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഫോട്ടോസ് കണ്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇതിലേതാണ് 50mm എന്ന് മനസ്സിലായെങ്കിൽ നിങ്ങളത് പറയണം.
ഇതിൽ ഏതാണ് 85mm എടുത്തതെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ നിങ്ങൾ അതും കൂടി ഒന്ന് പറയണം. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ റൈറ്റ് സൈഡിൽ കാണുന്ന ഇമേജസ്, അതായത് ബിയിലെടുത്ത ഇമേജസ് ആണ് ആക്ച്വലി ഞാൻ എൻ്റെ Canon 85 എടുത്ത ഇമേജസ്. ഇതിൽ എ എന്ന് കൊടുത്തിട്ടുള്ളതെല്ലാം ഈ യോങ്നോ ബ്രാൻഡിൻ്റെ 50mm എടുത്ത ഇമേജസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഈ യോങ്നോയുടെ 50mm ലെൻസ്, അതായത് ഇത്രയും എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു ലെൻസായിട്ട് ഈ ചീപ്പ് ലെൻസ് എത്രത്തോളം പിടിച്ചു എന്ന് നിങ്ങൾക്ക് മനസ്സിലായി. അതുപോലെ അപ്പോൾ അത്രയാണ് എനിക്ക് ഈ ലെൻസിൻ്റെ റിവ്യൂലായിട്ട് പറയാനുള്ളത്. നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനാണെങ്കിൽ ഞാനിതിൻ്റെ ലിങ്കുകൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇനി ഫൈനൽ ഇതിൻ്റെ പ്രൈസ് പറയാമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ആമസോണിൽ ഈ ലെൻസ് ഒരു 5000 റുപ്പീസിൻ്റെ അടിയിലായിട്ട് കിട്ടും. അതായത് നിങ്ങൾക്ക് ചില സൈറ്റുകൾ നിങ്ങൾക്ക് ഒരു 3500 വരെ നിങ്ങൾക്ക് സെയിൽ നടക്കുന്ന ടൈമിൽ നിങ്ങൾക്ക് ഒരു 3500 രൂപയ്ക്ക് ഈ ലെൻസ് അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ആലോചിക്കാം 3500 രൂപയ്ക്ക് ഈ ലെൻസ് പർച്ചേസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതൊരു ഡീലാണ്. നിങ്ങൾക്ക് അത്രയും നല്ല ക്വാളിറ്റി 3500 രൂപയ്ക്ക് ഈ ലെൻസിൽ നിന്ന് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കോണ്ടൻറ്റ് വ്യൂവേഴ്സ് എല്ലാം നിങ്ങൾ മൊബൈലിലാണ് നിങ്ങളുടെ 80% ആൾക്കാർ നിങ്ങളുടെ ഫോട്ടോസ് കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നുകൊണ്ട് പേടിക്കേണ്ട. പിന്നെ ഞാൻ ഈ ലെൻസ് വെച്ചിട്ട് അത്യാവശ്യം ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൽ ചെറിയ അഡ്വർടൈസ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഞാൻ ഈ ഇത് വെച്ചിട്ട് ചെയ്തിട്ടുണ്ട്. ഒരു കംപ്ലയിൻറ്റും എനിക്ക് പറയാനില്ല. നല്ല ക്വാളിറ്റി ലെൻസാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഈ ലെൻസ് പർച്ചേസ് ചെയ്യാനാണെങ്കിൽ ഞാൻ താഴെ നിങ്ങൾക്ക് ലിങ്കുകൾ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് അതുവഴി പർച്ചേസ് ചെയ്യാം. പിന്നെ നിങ്ങളൊരു ബിഗിനർ ഫോട്ടോഗ്രാഫർ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ട 3 ഫോട്ടോഗ്രാഫിക് റൂൾസിനെ പറ്റിയിട്ട് ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും കാണുക. അതുപോലെ തന്നെ നിങ്ങളുടെ കയ്യിലുള്ളത് കിറ്റ് ലെൻസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ശരിക്കും അറിയണമെങ്കിൽ അതിനെപ്പറ്റി ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ നിങ്ങൾ കാണണം. പുതിയൊരു വീഡിയോയിൽ ഇനിയും കാണാം. അതുവരെ ബൈ.